सुसमाचार उसके 14वें अध्याय का 31वां वचन हम पढ़ने वाले हैं। 31 വാക്യം പറയുന്നു, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. 31वें आयत में लिखा है, यीशु ने तुरंत हाथ बढ़ाकर उसे थाम लिया അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. और उससे कहा, हे अल्पविश्वासी, तूने क्यों संदेह किया। ഒന്നുകൂടെ ആ വാക്യം വായിക്കുന്നു, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. वहां मैं फिर से पढ़ूंगा, वहां लिखा हुआ, यीशु ने तुरंत हाथ बढ़ाकर उसे थाम लिया। നമ്മൾ എത്രയോ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഈ 14 അധ്യായത്തിലെ കർത്താവ് കടലിന്റെ മധ്യേ ചെയ്ത വലിയ അത്ഭുതങ്ങൾ. हम कितनी बार इन आयतों को पढ़ चुके हैं कि यीशु मसीह समुद्र में पतरस का हाथ पकड़ता है। യേശു പറഞ്ഞിട്ട് അവർ അക്കരയ്ക്ക് പോകുന്നു, പടകിൽ യാത്ര ചെയ്യുന്നു. यीशु के कहने से वो लोग समुद्र को पार करते हैं। കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ വേണ്ടി മലയിലേക്ക് കടന്നുപോയി എന്ന് വായിക്കുന്നു. यहाँ वहां लिखा हुआ है कि यीशु मसीह ने भीड़ को विदा करके प्रार्थना करने के लिए चल दिया था। വൈകുന്നേരമായപ്പോൾ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. वहां लिखा हुआ है कि जो उनका जो जहाज था वो बहुत ही दूर था उनसे। കാറ്റ് പ്രതികൂലമാകയാൽ പടക് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് നാം കാണുന്നു. वहां लिखा है, वहां ऐसा हम देख सकते हैं कि आंधी और तूफान के चलते उनकी जो जहाज थी, वो नाव थी, वो बहुत ही डगमगा रही थी। രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് നടന്ന് കടലിന്മീതെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് എത്തുകയാണ്. तो रात के चौथे पहर में यीशु मसीह समुद्र में चलते हुए अपने शिष्यों के पास पहुंच रहे हैं। യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു. यीशु को देखकर वो उसके चेले डर जाते हैं। എന്നാൽ കഥ പറയുന്നു, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് എന്നെ അനുവദിക്കണമേ എന്ന് യേശുവോട് ചോദിക്കുകയാണ്. यीशु मसीह उनसे कहता है कि भयभीत ना हो, ये मैं हूँ। तब पतरस उनका चेला कहता है कि अगर ये तू है तो मुझे आज्ञा दे कि मैं पानी में चलकर तुम्हारे पास आ सकूं। അപ്പോൾ വായിക്കുന്നു, കർത്താവ് അവനെ ക്ഷണിക്കുന്നു, അനുവാദം നൽകുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങുവാൻ അവൻ വെള്ളത്തിന്മേൽ നടന്നു എന്ന് 29 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. हम वहां पढ़ सकते हैं कि उसके 29वें आयत में कहा, वहां लिखा हुआ है कि यीशु मसीह ने कहा, आ, और पतरस नाव से उतरकर पानी में चलने लगा। എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. इसके बाद वो आंधी को देखकर डर जाता है और डूबने लगता है और यीशु से सहायता मांगता है। അപ്പോൾ അവൻ താൻ താഴുവാൻ ആരംഭിച്ചു, വെള്ളത്തിൽ മുങ്ങുവാൻ ആരംഭിച്ചു. ഉടനെ കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു എന്ന് വായിക്കുന്നു. ऐसा लिखा हुआ है कि पतरस डर के मारे डूब रहा था, तब यीशु मसीह ने तुरंत उसका हाथ बढ़ाकर उसे थाम लिया। എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത അതിന്റെ 31 വാക്യത്തിൽ, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. वहां 31वें आयत में मुझे जो हमारी चिंता का विषय है वो है, यीशु ने तुरंत हाथ बढ़ाकर उसे थाम लिया। അവൻ ഉടനെ കർത്താവ് കൈ നീട്ടുന്നു. वहां लिखा, तुरंत उसने हाथ बढ़ाया। വലിയൊരു അനർത്ഥം വരാമായിരുന്നു, പക്ഷെ കർത്താവിന്റെ കരങ്ങൾ ഉടനെ ചലിക്കുകയാണ്. बहुत ही बड़ी घटना हो सकती थी, लेकिन यीशु मसीह का हाथ उस समय बड़ा था। നമുക്കെല്ലാം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെ പറവാനുണ്ട്. കർത്താവ്, ഞാൻ അപകടത്തിൽപ്പെട്ടപ്പോൾ വീണു പോകുമോ താഴുമോ എന്ന് ഓർത്ത് ഞെരുങ്ങിയപ്പോൾ, ഞാൻ നിലവിളിച്ചപ്പോൾ എന്നെ തൊട്ടൊരു കരം. हमारा कई सारे हम लोग की गवाही है कि हम जब टूटने वाले थे, हम जब बिखरने वाले थे, तब परमेश्वर ने हाथ बढ़ाकर हमें थाम लिया। എത്രയോ പ്രാവശ്യം നാം ഈ കരത്തിന്റെ സ്പർശനം അനുഭവിച്ചവരാണ്. ഇന്ന് രാവിലെ നാം ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും हम इस संगति में बैठे हुए हमारे कितने बहुत सारे लोग ऐसे हैं कि इस हाथ का हम स्वाद चख चुके हैं। കർത്താവേ, നീ നടുക്കടലിൽ എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ താഴുമല്ലോ എന്നോർത്ത് താണുകൊണ്ടിരുന്നപ്പോൾ ഉടനെ പിടിച്ച കർത്താവിന്റെ കരം. ऐसे कई सारे हमारे आंधियों के समय में यीशु मसीह ने हाथ बढ़ाकर हमें थामा हुआ कई समय हमारे जीवन में आया है। ആ കരത്തെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കായിരിക്കാം. उस हाथ के लिए हम आज धन्यवाद करते हुए बैठे। ഇന്ന് രാവിലെ ദൈവത്തിലെ നമുക്ക് ഒരുമിച്ച് വാക്യത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിന്റെ കരം ചലിച്ച സ്പീഡ്, ആ വേഗത്തിൽ തുടർന്ന് വായിക്കും. यीशु मसीह का वो तेजी से परमेश्वर कार्य करने की तुरंत हाथ बढ़ाकर उसे थाम लिया। നമുക്ക് ഒരുമിച്ച് കടലിന്റെ ആ വലിയ ആത്മീക അനുഭവത്തിലേക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം. हम मिलकर के उस समुद्र के उस माहौल में जाकर आज बसेंगे। നാം കർത്താവിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഇന്ന് രാവിലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. हम आज पर यीशु मसीह की जिम्मेदारियों के बारे में पढ़ने वाले। അതെ, എത്രയോ പ്രാവശ്യം നമ്മുടെ മുമ്പിൽ ഇതുപോലെ പെട്ടെന്ന് കരം നീട്ടാൻ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. हमारे जीवन में ऐसे कई सारे समय आए कि हमें तुरंत हाथ बढ़ाना
पड़ता है। ശുശ്രൂഷ മേഖലകളിൽ നമ്മുടെ പല അനുഭവങ്ങളിലും പെട്ടെന്ന് പ്രതികരിക്കേണ്ട സമയത്ത് നാം പ്രതികരിക്കാതിരുന്നുകൊണ്ട് ഏതെങ്കിലും പത്രോസുമാർ മുങ്ങി താണു പോയിട്ടുണ്ടോ എന്നുകൂടെ ഇന്ന് രാവിലെ നമുക്കൊന്ന് ശോധന ചെയ്യാം. हमें आज ये अपने आप को जांचना चाहिए कि हम अपने सेविकाई के समय में हम कितनी बार हमें जब हाथ बढ़ाना था तो हम हाथ ना बढ़ाते हुए कई कितने सारे पत्रस को हम डुबा चुके हैं। നാം കരം നീട്ടാതിരുന്നുകൊണ്ട് എത്രയോ പത്രോസുമാർ താണുപോയി. हमारे हाथ ना बढ़ाने के चलते न जाने कितने पत्रस डूब चुके हैं। അഭിഷിക്തന്മാർ ദൈവാസിമാരെ ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിൽ ആമേൻ ഈ വചനം ക്രിയ നടത്തട്ടെ. परमेश्वर की दासी हम अपने आप को आज जांचेंगे। രാത്രി ആയാലും പകലായിരുന്നാലും കടലിലായിരുന്നാലും കരയിലായിരുന്നാലും അതെ തിരമാലകൾക്ക് നടുവിലായിരുന്നാലും നീട്ടുവാൻ തക്കവണ്ണം ബലമുള്ളൊരു കരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. चाहे रात हो, चाहे सुबह हो, चाहे पहाड़ों के बीच में हो, चाहे आंधियों के बीच में हो, परमेश्वर ने हमें हाथ बढ़ाने का सामर्थ्य दिया। വലിയ ആത്മീക ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കണം നാം എല്ലാവരും. हमें जिम्मेदारियों का अपने बोध होना चाहिए। ആമേൻ. പലപ്പോഴും ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ നമുക്ക് മുമ്പിൽ നിലവിളിക്കുന്ന പത്രോസുമാരെ കണ്ട് പലപ്പോഴും കരം നീട്ടാതെ പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ऐसे कई सारे समय हमारे जीवन में क्या आए हैं जब आंधियां चल रही थी, हमें हाथ बढ़ाना था पर हम हाथ बढ़ाए नहीं। ശരിക്കും അവർ നമ്മേക്കാൾ അല്ലെങ്കിൽ നമ്മോടൊപ്പം നിൽപ്പാൻ പര്യാപ്തരല്ലായിരുന്നു. യോഗ്യതയിൽ പലപ്പോഴും അവർ നമ്മേക്കാൾ താണവരായിരിക്കാം, പലപ്പോഴും കുറവുള്ളവരായിരിക്കാം. പക്ഷേ യേശു പത്രോസിന്റെ ആ ബലഹീനതയോ അല്പവിശ്വാസമോ ഒന്നും നോക്കാതെ കരം നീട്ടി കരം പിടിച്ചുയർത്തിയിട്ടാണ് അവൻ അവിശ്വാസത്തെ ശാസിക്കുന്നത്. लेकिन यीशु मसीह ऐसे कई बार हो सकता है कि हमारे जीवन में हमसे थोड़े कमजोर लोग हमारे साथ पतरस की जगह में खड़े हो, हमसे थोड़े नीचे लोग खड़े हो, लेकिन यीशु मसीह ने उस पतरस के अविश्वासी को ना देखता, अविश्वासिता को ना देखता उसे पहले पकड़ा, उसके बाद उसके बारे में बोला। ഉടനെ കൈ നീട്ടി അവനെ സ്പർശിച്ച കർത്താവിനെയാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. हम पढ़ते हैं कि तुरंत यीशु मसीह ने हाथ बढ़ाकर उसे थाम लिया। കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഉടനെ പ്രതികരിച്ച നമ്മുടെ കർത്താവ് उस समस्या, उस घड़ी का महत्व को समझते हुए यीशु मसीह ने अपनी जिम्मेदारी को बोध करते हुए उसे थाम लिया। പ്രാർത്ഥന ആവശ്യമാണെന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ ഉടനെ പ്രാർത്ഥനയുടെ കരം നീട്ടുന്നവരായിരിക്കണം അഭിഷിക്തന്മാർ. हमारे अंदर अगर प्रार्थना का सामर्थ्य दिया है, अगर प्रार्थना का समय है तो तुरंत हमें प्रार्थना का हाथ बढ़ाना चाहिए। പൈതലെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആവശ്യമുണ്ട്, നിശ്ചയമായും കരം നീട്ടിയില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ലഭ്യമായ എല്ലാ നന്മകളും പകർന്ന് ആ വ്യക്തിയെ രക്ഷിക്കേണ്ടതും ഉയർത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. अगर हमारे सामने वाला अगर वो कमजोरी में बैठा हुआ है और जरूरत है कि हमें अपना हाथ बढ़ाकर उसकी मदद करे और दुर्घटना से हमें उसे बचाएं, तो വലിയ ആത്മീക ഉത്തരവാദിത്തമാണ്. രാവിലെ നാം ആ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കർത്താവ് എന്നെയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. जिम्मेदारी के बारे में यीशु मसीह ने हमें सबसे बड़ी जिम्मेदारी हमारे कंधों पर दी है। മുങ്ങിത്താഴ്ന്ന പത്രോസിനെ കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ കടലിലേക്ക് അയച്ചത്. डूबते हुए पतरस को हमें देखना नहीं बल्कि उसको हाथ बढ़ाकर उठाना है। അവരുടെ കരച്ചിലിന്റെ ഒരു വിലാപത്തിന്റെ ആ ഭയത്തിന്റെ അനുഭവത്തെ മാറ്റി നമ്മോടൊപ്പം നിർത്തുവാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ചവരാണ് നാം. हमें ऐसा अभिषेक दिया है ताकि पतरस को हम डुबाए ना बल्कि उसको खड़ा कर अपने साथ बैठा के रखें। അതെ, അവൻ താഴുകയാണ്, ചെറിയവനാണ്, അവിശ്വാസമുണ്ട്, ബലഹീനതകളുണ്ട്, നമ്മോടൊപ്പം നിൽക്കുവാൻ ഒരു പക്ഷെ യോഗ്യതയില്ല. പക്ഷെ അവനെ ഉയർത്തി നമ്മോടൊപ്പം നിർത്തുവാൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. लेकिन परमेश्वर ने हमें ऐसा सामर्थ्य दिया है कि भले उसको डूबते हुए ना देखकर, उसको अविश्वासिकता को ना देखकर उसको उठाकर अपने साथ चलाए। നാം പലരെയും നമ്മോടൊപ്പം നിർത്തുന്നവരാണ്. ഹല്ലേലൂയ. ऐसा सामर्थ्य है कि हम कई लोगों को अपने साथ चलाने वाले। ലോകക്കാർ യോഗ്യതയുള്ളവരെ മാത്രം തിരഞ്ഞു കൂടെ നിർത്തുമ്പോൾ നാമോ അതെ താഴുന്നവരെ, താണവരെ, ചെറിയവരെ ഉയർത്തിയിട്ട് നമ്മോടൊപ്പം നിർത്തുന്ന ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. संसार में लोग योग्यता को देखते हैं, पर हमें जो सेवकाई परमेश्वर ने दी है, हम टूटे हुए बिखरे हुए सबको अपने साथ लेकर सकते हैं। കർത്താവ് നമ്മെ തന്നോടൊപ്പം നിർത്തിയില്ലേ? परमेश्वर ने क्या हमें अपने साथ नहीं रखा है? നാമും നമ്മെ പോലെ അല്ലെങ്കിൽ നമ്മേക്കാൾ ബലം കുറഞ്ഞവരെ, ബലം ക്ഷയിച്ചവരെ, ഭയപ്പെട്ടവര്, അതെ താഴ്ന്നവരെ ഉയർത്തി നമ്മോടൊപ്പം നിർത്തുവാൻ അധികാരം പ്രാപിച്ചവരാണ്. परमेश्वर ने हमें ऐसा सामर्थ्य दिया है ताकि हमसे भी गिरे हुए लोगों को परमेश्वर ने अपने साथ चलाया है। നമ്മെ വിളിച്ചത് നമ്മെ
ഒപ്പം നിർത്തുവാൻ, കൂടെ നിർത്തുവാൻ അധികാരം നൽകിയിട്ടാണ് നമ്മെ കർത്താവ് അയച്ചിരിക്കുന്നത്. हमें परमेश्वर ने इसलिए बुलाया है ताकि हम उस परमेश्वर के साथ चल सके, उसके बराबर हम चल सके। മരണത്തിൽ നിന്ന് ഉയർത്തി താഴ്ന്നവരെ ഉയർത്തി കടലിന്റെ ശക്തിക്ക് വിരോധമായി വിരൽ ചൂണ്ടി നമ്മുടെ കരം ഉയർത്തിയിട്ട് താഴ്ന്നവരെ ഉയർത്തി കൂടെ നിർത്തുവാൻ അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് ശക്തമായ സന്ദേശം. നമ്മുടെ കരം ചലിക്കുന്നത്, ഹല്ലേലൂയ, ചലിക്കുമ്പോൾ ഒരുപാട് കടലിന്റെ ശക്തികൾ തകരപ്പെടും, ലോക്ക് ചെയ്യപ്പെടും. അതെ, ഒരുപാട് ബലഹീനർ ഉയർന്ന് നമ്മോടൊപ്പം നിൽപ്പാനിടയായി തീരും. मुर्दों से जी उठाने वाली सामर्थ, हम अद्भुत कार्य करने की सामर्थ, आंधियों को शांत करने की सामर्थ परमेश्वर ने हमारे हाथों में दी है। जब हम हाथ बढ़ाते हैं तो आंधियां शांत हो जाती हैं। സാധാരണമായ ദൈവശക്തി വെളിപ്പെട്ടവരും അനുഭവിച്ചവരുമാണ് നാം എല്ലാവരും. हमें असाधारण सामर्थ और असाधारण अद्भुत कार्य को हमने देखा है। കാറ്റും കടലും തിരമാലയും എല്ലാം ഉയർന്നു നിൽക്കുന്ന അതേ അന്തരീക്ഷത്തിലാണ് യേശു പത്രോസിനെ ഉയർത്തുന്നത്. यीशु मसीह ने ऐसे माहौल में पतरस को उठाया जहाँ पे आंधी और तूफान का बुलाबाला था। എത്ര പേർ രാവിലെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്നു? അതേ അനുഭവത്തിൽ, എന്ന് പറഞ്ഞാൽ പത്രോസ് അനുഭവിക്കുന്ന അതേ ഭയത്തോടെ, അതേ അനുഭവത്തിൽ, അതേ ആന്ധി തുഫാൻ, അതേ കടലും കൊടുങ്കാറ്റും തിരമാലയും എല്ലാം ഉള്ള അതേ കടലിൽ തന്നോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ പുതിയ തലങ്ങളിലേക്ക് നടക്കേണ്ട പത്രോസിനെയാണ് കർത്താവ് കരം നീട്ടി ഉയർത്തുന്നത്. यीशु मसीह ने ऐसे पतरस को वहां उठाया जहाँ पे आंधी और तूफान चल रही थी, बहुत ही भयंकर माहौल था वहां पे, लेकिन यीशु मसीह ने ऐसे पतरस को उठाया जो कि आगे आने वाले समय में यीशु मसीह के साथ चलने वाला था। ഞാനൊരു സേഫ് സോണിൽ നിന്നിട്ട് മറ്റുള്ള ഉയർത്താമെന്ന് വിചാരിച്ച് യേശു മാറി നിന്നില്ല. यीशु मसीह ने अपने आप को एक सुरक्षित स्थान में रखकर दूसरों को बचाने का प्रयत्न नहीं किया। പത്രോസിനെ താഴ്ത്തി അതേ കടലിൽ, പത്രോസിനെ ഭയപ്പെടുത്തിയ അതേ കൊടുങ്കാറ്റിന്റെയും തിരമാലയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് കരം നീട്ടിയ നസ്രയന്റെ വലിയ ദൈവിക പ്രവൃത്തിയെ കണ്ടുകൊണ്ട് സ്വതന്ത്രമെന്ന് പറയാം. ദൈവമേ, ഹല്ലേലൂയ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും, എനിക്ക് അനുകൂലമായുള്ള സാഹചര്യമല്ല എങ്കിലും, ഹല്ലേലൂയ, എന്റെ കരത്തെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഈ കരം നീട്ടുമ്പോൾ നിരവധി പത്രോസുമാർ ഉയർന്നു വരും. നമ്മുടെ കരം ഉയർത്തുമ്പോൾ നമ്മോടൊപ്പം ഉയരുന്ന ഒരുപാട് പത്രോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ ദിനങ്ങളിൽ. यीशु मसीह ने उसी समुद्र को, उसी आंधी तूफान को चुना जहाँ पे पतरस डर रहा था। यीशु मसीह ने उसी स्थान पर पतरस को उठाया और इस पतरस को उस पानी से बचाया। हमारे हाथों में परमेश्वर ने वो सामर्थ्य दी है ताकि हमारे हाथों से कई सारे पतरस उठ सकते हैं। നിശ്ചയമായും രാവിലെ ഈ സന്ദേശത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കണമേ. നാം കരം ഉയർത്തുമ്പോൾ, നാം കരം കൊടുക്കുമ്പോൾ നമ്മോടൊപ്പം ഉയർന്നു വരുന്നത് സാധാരണക്കാരനവനെയോ ദൈവസഭയുടെ അധികാരത്തോടെ ആത്മനിറവോടെ ദൈവസഭയെ പണിയേണ്ട നിരവധി പത്രോസുമാർ ഇതിനങ്ങൾ കടലിൽ നിന്ന് പുറത്തു വരട്ടെ. परमेश्वर ने हमें हमारे हाथों में ऐसी सामर्थ्य दी है ताकि हम जब हाथ बढ़ाते हैं तो उठाते हैं, किसी साधारण इंसान को नहीं, बल्कि कलीसिया के पिताओं को, कलीसिया के आत्मिक चलाने वाले, चालन करने वाले लोग को हम अपने हाथों से उठाते हैं। നാം ഉയർത്തുന്നവർ നാളെ ദൈവസഭയുടെ വലിയവരായി, എന്ന് പറഞ്ഞാൽ ദൈവസഭയെ നടത്തുന്നവരായി, നയിക്കുന്നവരായി മാറും. आज हम जिन लोगों को समुद्र के माहौल से बचाते हैं, उठाते हैं, वो कल जाके कलीसिया की स्थापना करेंगे। ഒരുപാട് ദൈവിക പിതാക്കന്മാർ നമ്മുടെ മധ്യേ രാവിലെ സന്ദേശം ഒരുമിച്ച് നാം ശ്രദ്ധിക്കുകയാണല്ലോ. हमारे बीच में ऐसे कई आत्मिक पिता हमारे बीच बैठे हैं। ദീർഘവർഷങ്ങളായി ദൈവത്തെ പേര് ചെയ്യുന്ന അഭിഷിക്തന്മാർ നമ്മുടെ മധ്യമുണ്ട്. कई सालों से परमेश्वर की आराधना, परमेश्वर की सेवकाई में लगे हैं। ദീർഘവർഷ അനുഭവങ്ങൾ അവിടെ ചോദിച്ചാൽ പറയും ഒരുപാട് പേരെ ഉയർത്തിയ ദൈവദാസന്മാർ. उनके जीवन में ऐसे कई सारे अनुभव है कि कई सारे पासवानों को अपने हाथों से उन्होंने उठाया। അവൻ ഉയർത്തിയ ദിനങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല, ഞാൻ ഉയർത്തുന്ന ഈ വ്യക്തി ഇപ്രകാരം ഒരു വലിയ ആത്മിക ശുശ്രൂഷ ചെയ്യേണ്ടവരാണെന്ന്. उन्होंने जब उठाया था उन लोगों, तो उनको ऐसा बोध नहीं होगा कि आने वाले समय में वो ऐसे उठ के आएंगे। എന്നാൽ എഴുന്നേൽപ്പിച്ച പത്രോസുമാർ പലരും ദൈവത്തിന്റെ സഭയുടെ ശ്രേഷ്ഠന്മാരെ മാറിയിരിക്കുക. लेकिन जब यीशु मसीह ने उस पतरस को उठाया था, तो बाद में जाकर वो कलीसिया का श्रेष्ठ बनने पाया। തകർന്ന വീടുകളിലേക്ക് പ്രവേശിക്കുന്നവർ, वो टूटे हुए घर में पहुंचने वाला, നിരാശയുള്ള വ്യക്തികളുടെ അടുക്കിലേക്ക് നടന്നു ചെല്ലുന്നവർ, निराशा से भरे हुए लोगों के बीच में जाने वाले, തകർന്ന കുടുംബ ബന്ധങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നവർ, टूटे हुए परिवारों के बीच में जाने वाले, രോഗത്തിന്റെ ബന്ധന കഴിയുന്നവരുടെ മേൽ കരം വെക്കുന്ന അഭിഷേകം പ്രാപിച്ച കരമുള്ളവർ, रोग के बंधन से बंधे हुए लोगों के ऊपर हाथ बढ़ाने वाले। കർത്താവ് നമുക്ക് നൽകിയ വലിയ അധികാരത്തോട് സ്വതം പറയാം. ദൈവമേ, എത്രയോ പത്രോസുമാർ ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ കരത്താൽ ഉയർന്നു വരികയാ. ആത്മാവിൽ കാണാം. ഇത് രാവിലെ പറയാൻ ദൈവം
ദൈവമേ ഹല്ലേലൂയ, ഈ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ നീ എനിക്ക് കടലിന്റെ നടുവിലും നീ എനിക്ക് ഒരുക്കിയല്ലോ കർത്താവേ, നന്ദി പറയുന്നു. परमेश्वर को धन्यवाद करें। परमेश्वर ने जो हमारे हाथों में सामर्थ दिया है कि प्रभु इस आंधी तूफान के बीच में भी आप अपने हमारी सामर्थ को उंडेलने का हमें वरदान दिया। ഒരുപാട് ഉദാഹരണങ്ങൾ നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. തക്ക സമയത്ത് കരം നീട്ടിയപ്പോൾ ഉയർന്നു വന്ന പത്രോസുമാർ. हमें कई सारे उदाहरण ऐसे हमारे पास हैं कि तुरंत उसी घड़े में बचाने वाले कितने सारे पतरस लोग आज हैं। നമ്മെ നടത്തിയ അഭിഷേകന്മാരെ ഓർത്ത് നമ്മുടെയും സാക്ഷി തന്നെയല്ലേ, നാം തകർന്നു പോയ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ എത്രയോ അനുഭവങ്ങൾ, തകർന്ന അനുഭവം ഉണ്ടായപ്പോൾ ഹല്ലേലൂയ, നമ്മെ തേടി വന്ന ഒരുപാട് ആത്മീയ പിതാക്കന്മാർ, അവർ തക്ക സമയത്ത് നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തേക്ക് വന്നതുകൊണ്ടാണ് നാം ഇന്ന് താണു പോകാമായിരുന്നവരായിരുന്നിട്ടും ഇന്നും ഉയർന്നു പ്രസംഗിക്കുന്ന കാരണം ഹല്ലേലൂയ, നമ്മെ ഉയർത്തിയ ഒരുപാട് പിതാക്കന്മാർ. हमारे जीवन का मूल और हमारे जीवन का जो इतिहास में हमारे जीवन में यही अनुभव है कि हमारे आत्मिक पिताओं ने हमारे परिवार में संदेश भेजा। हम जहाँ डूबने वालों में से एक थे, हम जहाँ अगर विश्वास को ना पहचानते तो हम डूबने वालों में से एक थे, बल्कि परमेश्वर ने हमें वरदान देकर उस आत्मिक पिताओं को हाथ बढ़ाने का मौका दिया था। അതുകൊണ്ട് നാം ഇന്ന് ഉയർന്നു വന്നവരാണ്. इसीलिए हम आज खड़े होकर उठने वाले लोग हैं। രാവിലെ പറയാമോ ഹല്ലേലൂയ, കാര്യങ്ങളെല്ലാം വിരോധമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓളങ്ങളും തിരമാലകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ നടുവിലും ഹല്ലേലൂയ നിരവധി പേരെ ഉയർത്തുന്ന ശുശ്രൂഷ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. भले ही आंधी तूफान हो, भले ही बहुत ही भयंकर स्थिति हो, हमारी परिस्थिति बड़ी बिगड़ी हो, लेकिन परमेश्वर ने हमें लोगों को उठाने का सामर्थ्य दिया है। എല്ലാം ശാന്തമായിട്ട് എനിക്കൊരു നല്ല ജീവിത അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ട് കർത്താവേ ഞാൻ ചെയ്യാം, ഞാൻ ഇറങ്ങാം, ഞാൻ ഉയർത്താമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ വിശ്വാസ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും കടലിൽ തിരമാലകൾ ഉയർന്ന് പടക് മുങ്ങുമാറായ അതേ അനുഭവത്തിൽ തന്നെ നിൽക്കുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനായ കർത്താവിന്റെ കരം കണ്ടോ ഹല്ലേലൂയ, പെട്ടെന്ന് ഉടനെ അവൻ കൈ നീട്ടി പത്രോസിനെ ഉയർത്തിയെന്നാണ് നാം വായിക്കുന്നത്. मैं अपने सुरक्षित स्थान पर बैठ कर लोगों को उठाऊंगा। मैं बिना किसी चिंताओं के मैं लोगों को उठाने का प्रयत्न करूंगा, ऐसा ना सोचकर आंधी तूफान के बीच में, कठिन परिस्थिति के बीच में यीशु मसीह ने उस पतरस को उसके डरे हुए स्थान से उसको उठाकर उसे एक सुरक्षित स्थान में पहुंचाने का सामर्थ्य लिया था। ദൈവം നൽകിയ ശുശ്രൂഷയെ കുറിച്ചുള്ള വലിയ ബോധം ഇന്ന് രാവിലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. हमारे अंदर इन बातों का बोध होना चाहिए कि परमेश्वर ने हमें कितनी बड़ी जिम्मेदारी दी है। ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ അഭിഷേകത്തിനെ നമുക്ക് വിശ്രമിപ്പാൻ സമയമില്ലല്ലോ. परमेश्वर के दासों, परमेश्वर दासियों, हमें विश्राम करने का समय नहीं है। നമുക്ക് ഒരു സുരക്ഷിത സ്ഥാനം എത്തിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മനോഹരമായി അല്ലെങ്കിൽ കാര്യങ്ങൾ ശാന്തമായിട്ട് ഞാൻ ചെയ്യാമെന്നും വിചാരിച്ച് നാം സമയത്തിന് വേണ്ടി കാത്തിരുന്നല്ല പിന്നെയോ ഹല്ലേലൂയ, വിഷയങ്ങൾ ഗംഭീരമായി നിൽക്കുമ്പോഴും കാര്യങ്ങൾ വിരോധമായി മുമ്പിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി മറിഞ്ഞു വരുമ്പോഴും നാം പറയും, എന്റെ കരത്തിന് ശക്തി കുറയാത്തത് കൊണ്ട് ഞാൻ എന്റെ കരം നീട്ടുന്നു, നീ ഉയർന്നു വരട്ടെ എന്ന് പത്രോസുമാരെ ഉയർത്തുന്ന അതേ അധികാരം പ്രാപിച്ച അഭിഷിക്തന്മാർ. हम शांत ना बैठ करके, अपने जगहों में छुप कर ना बैठ करके, बाहर निकल करके, कठिन परिस्थितियों में जा करके, आंधी तूफानों के बीच में घुस करके परमेश्वर के अद्भुत सामर्थ्य का प्रयत्न कर करके कई सारे पतरस लोग को उठाने का सामर्थ्य रखते हैं। ഒരു തിരമാലയും നമ്മുടെ പത്രോസിനെ മുക്കുവാൻ പര്യാപ്തമല്ല. चाहे कितनी भी बड़ी आंधी हो, लेकिन हमारे पतरस को वो डुबा नहीं सकती। നമുക്ക് ലഭിക്കേണ്ട പത്രോസിനെ താഴ്ത്തിക്കൊണ്ടുപോകുവാൻ ഈ കൊടുങ്കാറ്റിന് അധികാരമില്ല. हमें जो पतरस बाद में मिला, हमें जो पतरस मिलने का परमेश्वर की बुलाहट है, वो कोई भी आंधी उसको डुबा नहीं सकती। ഈ ആത്മീക ഉത്തരവാദിത്വം ദൈവം എനിക്ക് നൽകിയതായതുകൊണ്ട് എനിക്ക് ലഭ്യമാകേണ്ട പത്രോസിന്റെ മേൽ ഈ കാറ്റിനോ കൊടുങ്കാറ്റിനോ തിരമാലയ്ക്ക് ഒന്നും അധികാരമില്ല. परमेश्वर ने जो सामर्थ, परमेश्वर ने जो जिम्मेदारी मुझे दी है, इससे जिस पतरस को मुझे उठाना है, वो चाहे जितनी बड़ी लहर हो, उस पतरस को वो डुबा नहीं सकती। ഇന്ന് നാം ഉയർത്തുന്ന ഈ പത്രോസ് ഉണ്ടല്ലോ, നാളെ ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കേണ്ടവനാ. हम जिस पतरस को आज उठाएंगे, वो आज इसी जगह पे खड़े होकर परमेश्वर का सुसमाचार बांटेगा। നിശ്ചയമായും നാം ചെയ്യുന്നതിലും അധികം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവത്താൽ അധികാരം പ്രാപിച്ച പത്രോസുമാർ തിരമാലയ്ക്ക് നടുവിലൂടെ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരും. यीशु मसीह जहाँ सामर्थ रखने वाला पतरस आज के दिनों में लहरों के बीच से, नदियों के बीच से डूब कर बचा के जाने वाले उठाने पाए। എന്നാൽ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം നാം കരം നീട്ടണമെന്നുള്ളതാണ്. लेकिन आज हमारी जिम्मेदारी है कि हम अपना हाथ बढ़ाएं। ഇന്ന് പെട്ടെന്ന്
പെട്ടെന്ന് വായിക്കുന്ന പദത്തിന്റെ പ്രയോഗം ശ്രദ്ധിക്കണമേ. പ്രയോഗം ഉടനെ യേശു കരം നീട്ടി. സഡൻലി, പെട്ടെന്ന് കർത്താവ് കരം നീട്ടി അവനെ ഉയർത്തി. लेकिन वहां हमारी जिम्मेदारी यही है कि तुरंत हम हाथ बढ़ाएं। यीशु मसीह ने तुरंत अपना हाथ बढ़ाकर उसे थाम लिया। അവൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ കർത്താവ് മനസ്സിലാക്കി ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നീട്ടണം. കാരണം അവൻ പത്രോസ് മുങ്ങി താഴുകയാ. अपने अपने कार्य का गंभीरता को समझ करके यीशु मसीह ने अपना हाथ तुरंत बढ़ा करके उस पतरस को थाम लिया। ഉടനെ കൈ നീട്ടിയ പത്രോസിനെയാണ് യേശു കർത്താവ് രക്ഷിക്കുന്നത്. तुरंत हाथ बढ़ाकर बचाने वाले पतरस को यीशु मसीह ने बचा लिया ആ था। ഉടനെ എന്ന ആ പദത്തിന് വളരെ അർത്ഥമുണ്ട്. उस तुरंत शब्द का बहुत ही गहरा अर्थ है। ഉടനെ കരം നീട്ടുന്നവർ, तुरंत हाथ बढ़ाने वाला, ഉടനെ പ്രാർത്ഥിക്കുന്നവർ, तुरंत प्रार्थना करने वाला, പെട്ടെന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നവർ, तुरंत कार्यों का समापन करने वाला, ഉടനെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവൻ, तुरंत उठकर कार्य को करने वाला। ദർശനം ലഭിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവിൽ ഗൈഡൻസ് ലഭിക്കുമ്പോൾ, പ്രാർത്ഥിപ്പാൻ വേണ്ടി ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഉടനെ എഴുന്നേൽക്കുന്നവർ, ഉടനെ പ്രാർത്ഥിക്കുന്നവർ, ഉടനെ പോകുന്നവർ, ഉടനെ വരുന്നവർ. ഹല്ലേലൂയ. ഉടനെ ദൈവാത്മാവിന്റെ ഗൈഡൻസ് ലഭിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മുമ്പിലാണ് പത്രോസ് എഴുന്നേറ്റ് വരുന്നത്. तुरंत जब परमेश्वर का दर्शन मिले तो तुरंत प्रार्थना करने वाले, परमेश्वर का जब दर्शन ये बताएगी उठकर प्रार्थना करो तो तुरंत प्रार्थना करने वाले, तुरंत उठने वाले, तुरंत चलने वाले, ऐसे तुरंत कार्य को करने वालों के बीच में पतरस उस दिन उठ खड़ा हुआ था। ഈ പത്രോസിനെ മുക്കുവാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ പിശാചിന്റെ കരത്തിലുണ്ട്. उस पतरस को डुबाने के लिए शैतान के पास कई सारे षड्यंत्र हैं। തിരമാലകളും ഓളങ്ങളും എല്ലാം ഈ പത്രോസിനെ ഇല്ലാതാക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. आंधी और लहर इस पतरस को डुबाने का हर वक्त प्रयास करती है। ഈ പത്രോസ് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക മേഖലകൾ. ऐसे शैतान के कई सारे षड्यंत्र हैं ताकि जिसमें वो शैतान सोचता है कि ये पतरस अभी आगे ना रहेगा। इसलिए അതുകൊണ്ട് അതിശക്തമായി പത്രോസിനെ മുക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ. ऐसे कई सारे ऐसे परिस्थितियां आ रही हैं जहाँ पे पतरस डूबने को पड़ा है। ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയ കർത്താവാണ് ഉടനെ കൈ നീട്ടുന്നത്. इस बात की गंभीरता को समझने वाला यीशु मसीह है, तुरंत उस समय पर हाथ बढ़ाता है। രാവിലെ സ്തോത്രം പറഞ്ഞ് പറയാമോ, കർത്താവേ എന്റെ കരത്തിൽ നൽകിയ അധികാരത്തിനായി സ്തോത്രം. आज के दिन परमेश्वर को धन्यवाद करे, प्रभु मेरे हाथ में वो सामर्थ्य देने के लिए धन्यवाद। നിരാശകൾ മാറിപ്പോകട്ടെ. ആത്മാവിൽ പറയാം, ഒരു പത്രോസ് പോലും മുങ്ങിപ്പോകയില്ല. हमारी निराशा हमारे मन से जाने पाए कि प्रभु एक भी पतरस हमारे हाथ से डूबने नहीं पाएगा। സകല പത്രോസുമാരും പുറത്തു വരും. सारे पतरस बाहर आएंगे। അവസാന പത്രോസിനെ നാം ഉയർത്തി നമ്മുടെ കൂടെ നിർത്തും. हमारे बुलाहट में आखिरी पतरस भी है, उसे भी हम अपने साथ उठाकर चलाएंगे। നീ ശുശ്രൂഷ ചെയ്യുകയില്ല, എന്റെ ശുശ്രൂഷ അവസാനിക്കുമെന്ന് ആരെല്ലാം പറഞ്ഞാലും നാം പറയുന്നു ഇന്ന് രാവിലെ ആത്മാവിൽ നാം ഈ കൊടുങ്കാറ്റിന് മീതെ പത്രോസിനെ ഉയർത്തുന്നവരായിരിക്കും. चाहे जितने भी हमारे पीछे हमारा विरोध किया जाए, तुम आगे से विकार नहीं कर पाओगे। हाँ, चाहे जितने हमारे बीच में षड्यंत्र रचे, हम पतरस को उठाते ही രാവിലെ ആത്മാവിൽ സംസാരിക്കാമോ? നാം നിൽക്കുന്ന മഹാരാഷ്ട്രയിലെ, ഉത്തർപ്രദേശിലെ, നാം നിൽക്കുന്ന സംസ്ഥാനത്തെ, നാം നിൽക്കുന്ന രാഷ്ട്രത്തിലെ അവസാന പത്രോസിനെ നാം ഉയർത്തും. आज की रात हमें कहें कि हम जिस स्थान में खड़े हैं, हम जिस संस्थापन में हम जहाँ खड़े हैं, चाहे मध्य प्रदेश हो चाहे उत्तर प्रदेश, हम जहाँ भी खड़े हैं, हम अपने आखिरी पतरस को भी उठा के जाएंगे। പത്രോസ് എഴുന്നേറ്റ് വരും. पतरस उठने पाएगा, നമ്മോട് കൂടെ നിൽക്കും. वो हमारे साथ चलेगा, ഉറച്ച പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു കയറും. वो एक स्थिर स्थान पर खड़ा रहेगा। അത്ഭുതങ്ങളെ കണ്ട് ദൈവിക മഹത്വം കണ്ട് നമ്മേക്കാൾ ശ്രേഷ്ഠനായി മാറും. वो अद्भुत कार्य को देखकर हमसे भी श्रेष्ठ बनने पाएगा। അധികം ശക്തിയോടെ ശുശ്രൂഷിക്കേണ്ട പെന്തക്കോസ്ത് ശക്തിയെ വഹിക്കുന്ന പത്രോസുമാർ നമ്മുടെ സഭയിൽ എഴുന്നേറ്റ് വരും. अधिक सामर्थ्य पाकर पेंतकोस्त का सामर्थ्य को उंडेलने वाला सामर्थ्य पाया हुआ पतरस हमारे कलीसिया में उत्पन्न होंगे। രാവിലെ ഈ സന്ദേശം സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നു. कितने सारे लोग हमारे इस संदेश को ध्यान पूर्वक समझ रहे हैं। പല ഓളങ്ങളും തിരമാലകളും വേദനകളും എല്ലാമാണ് പല പത്രോസുമാരും ജനിക്കുന്ന സ്ഥലങ്ങൾ. कई सारे ऐसे जगह हैं जहाँ परिस्थितियां गंभीर हो, चाहे आंधी तूफान हो, ऐसी जगह में पतरस उत्पन्न होते हैं। വേദനകൾ നമ്മുടെ ശുശ്രൂഷയെ തകർക്കുവാനല്ല, അവസാനിപ്പിക്കുവാനല്ല, ആ കഠിനമായ ശോധനയിലൂടെയാണ് പത്രോസ്
പത്രോസുമാർ പുറത്തേക്ക് വരുന്നത്. हमारे जब परिस्थितियां बदलती हैं, कठिनाइयां बढ़ती हैं, तो हमारी सेवकाई का वो अंत नहीं है, वो हमारी सेवकाई का ढलान नहीं, बल्कि കർത്താവേ, वहां से पतरस उगने पाता है। എന്തിന് ഈ തിരമാലകളും മോളങ്ങളും എന്നോർത്ത് നീ ഭാരപ്പെടുകയാണോ? ഇന്ന് രാവിലെ ആത്മീക സന്ദേശം ശ്രദ്ധിക്കുക. ആമേ, കഷ്ടതയിലൂടെ ആമേ ശക്തന്മാരായ പത്രോസുമാർ പുറത്തേക്ക് വരും. प्रभु, ये समस्या हमारे जीवन में क्यों आई है? अगर इस जो सोच के हम डरते हैं, तो ये इन बातों को हम समझें कि ऐसे जगहों से पतरस उत्पन्न होते हैं। ആമേ, ഈ തിരമാലകളെ കണ്ട് ശുശ്രൂഷ വിട്ട് ഓടി മാറിയുന്നവരല്ല, പിന്നെയോ നാം ഇതിന് നടുവിൽ നിന്ന് കരം നീട്ടുന്നവരാണ്. इन लहरों को देखकर हम पीछे हटने वाला नहीं है, बल्कि हम हाथ बढ़ाकर पतरस को उठाने वाले हैं। നാം തിരമാലകളെയും ഓളങ്ങളെയും മുങ്ങിത്താഴ്ന്ന പടകിനെയും അല്ല കാണുന്നത്, താഴ്ന്ന പത്രോസിനെ കണ്ട് അവനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി അതിവേഗം കരം നീട്ടുന്നവരാണ് നാം. हम आंधी और लहर और इन तूफानों को देखते नहीं, बल्कि हम उस पतरस को देखते हैं जो डूबने वाला है, और उसे हाथ बढ़ाकर उठाते हैं। ആമേ, കാഴ്ചയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ ആ കടലിന് നടുവിലെ ഉണ്ടെങ്കിലും ആമേ കർത്താവിന്റെ കണ്ണുകൾ പത്രോസിലാണ്. കാരണം ആമേ പത്രോസാണ് ദൈവസഭയുടെ അടിസ്ഥാനം. देखने के लिए वहां कई सारी चीजें हो सकती हैं, लेकिन यीशु मसीह की आंखें डूबते हुए पतरस के हाथों में है। ആമേ, ദൈവസഭയ്ക്ക് നാളെ അതിശക്തമായി പ്രസംഗിക്കേണ്ട, ശുശ്രൂഷ ചെയ്യേണ്ട, അനേക സഭകളെ ഒരുക്കേണ്ട, ആമേ അധികാരത്തോടെ പെന്തക്കോസ്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട പത്രോസിന്റെ മേൽ കർത്താവിന്റെ കണ്ണുകൾ, കർത്താവിന്റെ കരം അതിവേഗം ചലിക്കുന്നു. ഉടനെ കരം നീട്ടി പത്രോസ് എഴുന്നേൽപ്പിക്കുക. जिस सामर्थ को पेंतकुस्त का सामर्थ को बांटने वाला बल प्राप्त किया और पतरस को यीशु मसीह उन आंखों से देखता है और उसको तुरंत उठा लेता है। ഈ ദിവസങ്ങളിൽ അതിവേഗത ചലിക്കുന്ന കരങ്ങൾ നമുക്കുണ്ടാകട്ടെ. इन दिनों में प्रभु से प्रार्थना करें, प्रभु अधिवेग से चलने वाला सामर्थ हमारे हाथों में दे। ആമേ, ആ കരങ്ങൾ ചലിക്കട്ടെ ഈ ദിനങ്ങളിൽ. हमारे हाथ आज के दिन चलने पाए। ആമേ, പത്രോസുമാർ എഴുന്നേറ്റ് വരട്ടെ. पतरस, कई सारे पतरस उठने पाए। നാം നിരവധി പേരെ ഉയർത്തി നമ്മോടൊപ്പം നിർത്തുന്നവരായി തീരട്ടെ. हमारे हाथों में सामर्थ हो, हम लोगों को उठाकर अपने साथ चलाने वाले बन पाए। കഷ്ടങ്ങളുടെ നടുവിലും നാം പത്രോസുമാരെ ഉയർത്തുന്നവരായിരിക്കും. इन कष्टों के बीच में हम पतरस को अपने साथ चलाने वाले बनने पाए। ഹല്ലേലൂയ. हालेलुया। ഇന്ന് രാവിലെ എല്ലാ ഭയങ്ങളും ഭാരങ്ങളും മാറിപ്പോകട്ടെ. हमारे अंदर सारा भय और डर भागने पाए। ആത്മനിറവോടെ പറയാ, ദൈവമേ, ഈ കൊടുങ്കാറ്റിനായി, ഈ കടലിനായി, തിരമാലകൾക്കായി സ്തോത്രം. आत्मा में इन आंधियों के लिए, इन लहरों के लिए, इन तूफानों के लिए परमेश्वर का धन्यवाद ആമേ, करें। നമ്മോട് കൂടെ നടക്കുവാൻ, കടലിന്മേൽ നടക്കുവാൻ നിരവധി പത്രോസുമാർ ഈ കടലിന്റെ നടുവിൽ ജനിക്കും. कई हमारे साथ चलने वाले ऐसे कई सारे पतरस इन आंधियों, इन लहरों के बीच में उत्पन्न होने वाले हैं। അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി തീരട്ടെ. परमेश्वर आज के दिनों में ऐसा ही करने पाए। ഈ കടലിന്റെ നടുവിൽ നമുക്കൊരു ശുശ്രൂഷയുണ്ട്. इन समुद्र के बीच में हमारी एक सेवकाई ഈ है। ഞെരുക്കത്തിന്റെ മധ്യേ നാം നമ്മുടെ കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കും. हमारी इन कठिनाइयों के बीच में हम अपने हाथ बढ़ाते रहेंगे। അത്ഭുത ശുശ്രൂഷ നാം ചെയ്തുകൊണ്ടേയിരിക്കും. हम अपने अद्भुत सेवकाई को करते ही रहेंगे। അതെല്ലാം എന്തെല്ലാം വിരോധമായി പറഞ്ഞാലും നാം അത് ചെയ്യുക തന്നെ ചെയ്യും. चाहे लोग जो भी बोले, हम अपनी सेवकाई करते रहेंगे। ആമേ, നമ്മുടെ വിരോധികളായവർ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും നമ്മുടെ പത്രോസുമാർ എഴുന്നേറ്റ് വരും. हमारे शत्रु चाहे जैसे भी षड्यंत्र रचे, हम अपने पतरस को उठा के ही रहेंगे। വിരോധമായി നിയമങ്ങൾ എഴുതിയാലും, കൂട്ടുകാരായി നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്താലും, നിരവധി പേർ ജയിലിൽ പോയാലും നാം നമ്മുടെ ശുശ്രൂഷ ചെയ്യും. നിരവധി പത്രോസുമാർ എഴുന്നേറ്റ് വരും. हमारे विरोध में भले ही आवाज उठाएं, हमारे दोस्त यार सब जेल चले जाएं, हमारे विरुद्ध हमारी कलीसिया को बंद करें, लेकिन हम अपनी सेवकाई करते ही रहेंगे। ആത്മാവിൽ കാണാമോ? ഹല്ലേലൂയ. ആമേ, നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായ പത്രോസുമാർ നമ്മുടെ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് വരുന്നു. ऐसा आत्मिक बातों में हम कहें कि हमसे भी ज्यादा सामर्थ्य हुए प्रभु के दास लोग आज के दिन इस कलीसिया में उत्पन्न होने वाले हैं। ആമേൻ, ആമേൻ, ഹല്ലേലൂയ പറയുന്നു. ആമേ, വെള്ളിയും പൊന്നും എനിക്കില്ല. ആമേൻ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്നുള്ള അധികാരത്തോടെ ശുശ്രൂഷിക്കുന്ന പത്രോസുമാർ. ऐसे पत्र जो कि अपने जबानों से आज्ञा देते हैं कि सोना चांदी तो मेरे पास नहीं है, बल्कि यीशु मसीह नासरी के नाम से तू उठ। फिर ऐसा सामर्थ्य है पतरस आज के दिन। പ്രകാരമുള്ള പത്രോസ് ഒരുക്കിയത് കർത്താവിന് കരം നീട്ടി ഉയർത്തിയതുകൊണ്ടാ. इस तरह पतरस हमारे जीवन में आए हैं, इसका पीछे यही कारण है कि यीशु मसीह ने एक दिन अपना हाथ बढ़ाया था। വലിയ ആത്മീയ ഉത്തരവാദിത്തമാണ് ആമേ നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. परमेश्वर ने हमें, हमारे ऊपर बहुत बड़ी जिम्मेदारी दी। നാം അത് പൂർത്തീകരിക്കും. हम वो जिम्मेदारी को पूरी करेंगे। ആമേ, ഈ കടലിൽ വഴിതെറ്റി വന്നവരല്ല. हम इस आंधी तूफान में भटक के आए नहीं है। ആമേ, കർത്താവിന്റെ ഗൈഡൻസിനാൽ നാം ഇവിടെ എത്തിപ്പെട്ടതാണ്. परमेश्वर के परमेश्वर ने अगुवाई से हम यहाँ पहुंचे हैं। ആമേ, നാം ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ആമേ എണ്ണം കുറഞ്ഞവരായിട്ടല്ല,
നാം കടന്നു പോകുന്നത്. हम जब यहाँ से लौटेंगे तो हमारी गिनती कम नहीं होने वाली है। നിശ്ചയമായും അത്ഭുതങ്ങളുടെ സാക്ഷ്യം പറഞ്ഞിട്ടേ നാം ഇവിടുന്ന് മടങ്ങൂ. हम जब यहाँ से लौटेंगे तो अद्भुत गवाही को साथ लेकर आएंगे। കഷ്ടങ്ങളുടെ ദുരന്ത കഥ പറയുന്നവരുടെ പിന്നെ നടുവിലും ദൈവിക മഹത്വത്തിന്റെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുന്നവരാണ് നാം. उस आंधियों के बीच में उस डर का माहौल ना बांटने वाले, बल्कि उस आंधी तूफान में अद्भुत कार्य को गवाही देने वाले बने। ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. हालेलुया, परमेश्वर हमारी सहायता करे। പത്രോസുമാർ എഴുന്നേറ്റ് വരട്ടെ. पतरस हमारे जीवन में उठने पाए। ജീവിക്കുന്ന സാക്ഷികൾ ഈ കടലിൽ എഴുന്നേൽക്കട്ടെ. जीवित साक्षी, जीवित गवाही हमारे जीवन में उत्पन्न होने पाए। മരണത്തിന്റെ ശക്തികൾ അവസാനിക്കട്ടെ. मृत्यु के सारे डर खत्म होने पाए। കൊടുങ്കാറ്റിന്റെ നടുവിലും അത്ഭുത ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കട്ടെ. लहरों के बीच में भी हम सेवकाई करने पाए। ഒരു പത്രോസ് നഷ്ടപ്പെടുകയില്ല. एक भी पतरस नष्ट नहीं होने वाला। നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ ജനിക്കും. हमारे हमसे भी सारे सामर्थ्य लोग उत्पन्न होने पाएंगे। നമ്മുടെ ശുശ്രൂഷയിൽ നമ്മേക്കാൾ അതിവേഗത്തിൽ ഓടുന്നവർ അവർ ഓട്ടം ആരംഭിക്കാൻ പോകുകയാ. हमसे भी ज्यादा सामर्थ्य पाए हुए, हमसे भी ज्यादा बल पाए हुए लोग आगे चलने वाले बनने पाए। അതിവേഗത്തിൽ ചലിപ്പാൻ കഴിവുള്ള കരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. अधिवेग से तुरंत चलने वाला हाथ का सामर्थ्य परमेश्वर ने हमें दिया है। ഉത്തരവാദിത്വം മറക്കരുത്. हम अपनी जिम्मेदारी को ना भूलें। വലിയ ആത്മിക ഉത്തരവാദിത്വം ഏറ്റവരാണ് നാം എല്ലാവരും. बहुत ही बड़ी आत्मिक जिम्मेदारी हमें मिली है। രാത്രിയായാലും പകലായിരുന്നാലും കടലായിരുന്നാലും കരയായിരുന്നാലും ഓളങ്ങൾ ഉണ്ടെങ്കിലും ശാന്തതയാണെങ്കിലും നമ്മുടെ കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. रात हो, दिन हो, आंधी हो, तूफान हो, शांत माहौल हो, हम हर वक्त अपने हाथ को बढ़ाते रहेंगे। വിശ്രമത്തിന് സമയമില്ലാതെ അതിവേഗത്തിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. हम अपने समय को व्यर्थ करने वाले नहीं है, बल्कि अधिवेग से अपने सुसमाचार को बांटने वाले हैं। ഒരു പത്രോസിനെയും അതേ മുക്കിക്കളയുവാൻ കടലിന് അധികാരം നൽകിയിട്ടില്ല. ऐसा कोई भी पतरस है नहीं जो कोई समुद्र के डर से डूब नहीं पाएगा। നാം അവരെ ഉയർത്തും. हम उन लोगों को उठाएंगे। ആത്മാൽ പറയാമോ, പ്രവചന വാക്കിൽ പറയാമോ, ഹല്ലേലൂയ, അവസാന പത്രോസും എഴുന്നേറ്റ് വരും. आज के दिन हम अपनी जुबानों से बोले कि आखिरी पतरस भी हमारे हाथ से उठेगा। എന്റെ കരത്താൽ ഉയർത്തപ്പെടേണ്ട അവസാന പത്രോസും എഴുന്നേറ്റ് വരും. मेरे हाथ से उठने के लिए जितने पतरस को परमेश्वर ने बुलाया है, उन सारे पतरस को हम उठाएंगे। ഞാൻ അവസാന പത്രോസിനെ എഴുന്നേൽപ്പിക്കും. अपने आखिरी पतरस को भी उठाने पाए എന്റെ കൂടെ നിർത്തും. हम उसे अपने साथ खड़ा करेंगे। കൂടെ അവർ പ്രസംഗിക്കും. हमारे साथ वो प्रचार करेंगे। കൂടെ അവർ പ്രവചിക്കും. हमारे साथ वो भविष्यवाणी करेंगे। കൂടെ അവർ പ്രാർത്ഥിക്കും. हमारे साथ वो प्रार्थना करेंगे। ज्यादा बल पाकर वो सेवकाई करेंगे। നിരവധി സഭകൾ അവർ സ്ഥാപിക്കും. कई सारे सभाओं को अपना करेंगे। ഹല്ലേലൂയ. हालेलुया। അതിവേഗത്തിൽ കരം നീട്ടിയ കർത്താവ് तुरंत हाथ बढ़ाया हुआ यीशु मसीह പത്രോസിനെ എഴുന്നേൽപ്പിക്കുക. पतरस को उठाता है। ദൈവങ്ങളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। എല്ലാ ഭയങ്ങളും ഭാരങ്ങളും മാറിപ്പോകട്ടെ. हमारे अंदर का सारा डर भय भागने पाए। ഈ കൊടുങ്കാറ്റ് ശാന്തമാകും. ये आंधी तूफान शांत होने वाला है। കടൽ ശാന്തമായി മുമ്പോട്ട് നീങ്ങും. ये नाव है जो शांति से आगे बढ़ने वाली है। അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. वो अधिकार परमेश्वर ने हमारे हाथों में दिया ഒരു है। പ്രാവശ്യം കൂടെ एक और बात, ഈ സന്ദേശത്തിന്റെ മുഖ്യ ഭാഗത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. मैं इस संदेश का एक मुख्य भाग को बोल के बैठना चाहूंगा। താഴ്ന്ന പത്രോസിനെ കണ്ട് വെയിറ്റ് ചെയ്യുന്നവരല്ല നാം, പിന്നെയോ ബലഹീനനാണെങ്കിലും കൂടെ നിർത്തുവാൻ അധികാരമുള്ള നാം उठाने कारण നീട്ടണം. डूबने वाले पतरस को हम देखने वाले नहीं, बल्कि उसकी अविश्वासिकता को देखकर उसे डुबाने वाले नहीं, बल्कि उसको उठाकर अपने साथ खड़ा करने वाले हैं। ഇന്നലകളിൽ നാം ചെയ്ത ശുശ്രൂഷകളിൽ ഒരുപക്ഷെ നാം ഉടനെ പ്രതികരിക്കാഞ്ഞത് കൊണ്ട് ഒരുപാട് പത്രോസുമാർ താഴ്ന്നു പോയിട്ടുണ്ടായിരിക്കാം. ऐसे कई सारे समय आ चुके होंगे, हम अपने हाथ ना बढ़ाने के चक्कर में वो कई सारे पतरस डूब चुके होंगे। ഇന്ന് രാവിലെ ആത്മാവിന്റെ സന്ദേശം ശ്രദ്ധിക്കുക. ഒരു പത്രോസ് നഷ്ടപ്പെട്ടു പോകരുത്. आज के दिन आत्मा में इस संदेश को ग्रहण करें कि एक भी पतरस हमारे हाथ से नष्ट ना हो। അവസാന പത്രോസും എഴുന്നേറ്റ് വരും. आखिरी पतरस भी उठाने पाएगा। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. सारे लोगों को परमेश्वर बल से भरे। ഈ കടലിൽ നിന്ന് വലിയ സാക്ഷ്യം പറഞ്ഞിട്ടേ നാം മടങ്ങൂ. इस समुद्र से हम बहुत ही बड़ी गवाही को लेकर लौटेंगे। നമ്മുടെ കാൽ കടലിന്റെ മുകളിലാണ് ശരിയാണെങ്കിലും ഹല്ലേലൂയ, കരത്തിന് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് പത്രോസിനെ എഴുന്നേൽപ്പിക്കുവാൻ. भले हमारे पैर समुद्र के ऊपर है, लेकिन हमारे हाथों में परमेश्वर ने पतरस को उठाने का सामर्थ्य दिया है। നാം കടലിൽ നിൽക്കുമ്പോഴും പത്രോസിനെ എഴുന്നേൽപ്പിക്കുന്നു. हम अगर समुद्र में खड़े भी होंगे तो भी हम पतरस को उठाने के लिए सामर्थ्य है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all. प्रभु आपको आशीष करे। തമ്മിലോട്ട് പ്രാർത്ഥിക്കാം. आपस में प्रार्थना में याद रखें। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ആമേൻ. आमीन। ആമേൻ. 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 അമേൻ അമേൻ അമേൻ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂതനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കാറ്റ് കണ്ട് പേടിച്ച പത്രോസിനെ
യേശു കർത്താവ് ഉടനെ കൈനീട്ടി പിടിച്ചു. ഹാലലുയ. കർത്താവിന്റെ ദാസൻ നമ്മളോട് ചോദിച്ചത്, ഹാലലുയ, നമ്മുടെ ഒക്കെയും ജീവിതത്തില്